ഹായ് ഫ്രണ്ട്സ്, സി സിസ്റ്റങ്ങിന്റെ പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് അഡ്രിനോ ബോർഡ് അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി മുതൽ അതിൻ്റെ കുറച്ച് വീഡിയോസ് കൂടെ നമ്മൾ ചെയ്യുന്നതാണ്. കുറച്ച് പ്രോജക്ട്സും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ അഡ്രിനോ ബോർഡിൻ്റെ ഇൻസ്റ്റാളേഷൻ ആണ് കാണിക്കുന്നത്. എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതിൻ്റെ ഫയൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം. ഞാനത് ഉബുണ്ടുവിലാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ ഞാൻ ഇതിൻ്റെ പർച്ചേസ് ചെയ്ത ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതാണ്. ആമസോണിലാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതും, ഏത് ഫയൽ ഡൗൺലോഡ് ചെയ്യണം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, അതിനകത്ത് എങ്ങനെ നമുക്ക് പ്രോഗ്രാം അപ്ലോഡ് ചെയ്യാം, പ്രോഗ്രാം എങ്ങനെ റൈറ്റ് ചെയ്യണം, ഇതിനെക്കുറിച്ചുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, സോ അതിന് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ അഡ്രിനോയുടെ സൈറ്റിൽ പോയിട്ട് നമ്മൾ അഡ്രിനോ ID 2.3 ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ രണ്ട് രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ആപ്പ് ഇമേജ് ആണ് എടുക്കുന്നത്. സിപ്പ് ഫയൽ മീൻസ് എക്സ്ട്രാക്ട് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ ഞാനിവിടെ ആപ്പ് ഇമേജ് എടുക്കുന്നു. ആപ്പ് ഇമേജ് ഡൗൺലോഡ് ചെയ്യുക. സോ അതിനകത്ത് നമുക്ക് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാം. അങ്ങനെ ജസ്റ്റ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് നമ്മുടെ മെയിൽ അഡ്രസ് കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ വീക്കിലി അപ്ഡേറ്റ്സും ന്യൂസ് ലേറ്റേഴ്സും ഒക്കെ നമുക്ക് ഒരു മെയിൽ അയച്ചു തരും. സോ നമ്മൾ തൽക്കാലം അതൊക്കെ കൊടുക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് ഡൗൺലോഡ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫയൽ ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫയൽ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഫയൽ. ഓക്കെ, നമുക്കിതിനെ ഇപ്പോൾ റണ്ണബിൾ ഫയലാണ്, ആപ്പ് ഇമേജ് ഫയലാണ്. നമുക്ക് ഇതിനെ റണ്ണബിൾ ഫയൽ ആക്കാൻ വേണ്ടിയിട്ട് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന്, ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് എടുക്കുക. അതിനുശേഷം ഇതിലെ പെർമിഷൻസ് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ അലോ എക്സിക്യൂട്ടബിൾ ഫയൽ എന്നാക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ടെർമിനൽ വഴിയും ചെയ്യാൻ പറ്റും. ടെർമിനൽ വഴിയും ചെയ്യുന്നതെങ്കിൽ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. സോ നമ്മൾ ജസ്റ്റ് ഫയൽ ചെക്ക് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫയൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം സൂപ്പർ യൂസർ ആയിട്ട് CH മോഡ് ചേഞ്ച് മോഡ് സെലക്ട് ചെയ്തതിനു ശേഷം 777 ആണ് നമ്മളിവിടെ എടുക്കേണ്ട കോഡ്. ഓക്കെ, അതിനുശേഷം അങ്ങനെ സോ അപ്പോൾ നമ്മൾ സൂപ്പർ യൂസർ പാസ്വേഡ് എൻ്റർ ചെയ്യുക. ഇപ്പോൾ അതിന്റെ പെർമിഷൻ ചേഞ്ച് ആയിട്ടാണ്. ഇപ്പൊ നമുക്ക് അവിടെ നമ്മുടെ പ്രോപ്പർട്ടീസിൽ പോയി നോക്കുവാണെങ്കിൽ ആ പെർമിഷൻ അലോ കാണും. ഓക്കെ, അപ്പോൾ നമ്മുടെ പെർമിഷൻ ഇവിടെ ഓട്ടോമാറ്റിക് അലോ ആയിട്ടുണ്ട്. നമുക്ക് ഇത് മാനുവലി ഇങ്ങനെ ചെയ്യാം, അതായത് കമാൻഡ് പ്രോമ്പ് കമാൻഡ് പ്രോമ്പ് ചെയ്യാം. സോ അത് കഴിയുമ്പോൾ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ റൺ എന്നൊരു ഓപ്ഷൻ വരും. ഓക്കെ, നമുക്ക് ഇതിനകത്ത് എല്ലാ എററും വരികയാണെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ഒരു റെപ്പോസിറ്ററിയും ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമാൻഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളുടെ സോഫ്റ്റ്വെയർ വരുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ അഡ്രിനോ ബോർഡ് ഞാൻ PC ആയിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ അഡ്രിനോ ബോർഡ് ഞാൻ PC ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബോർഡ് ഇവിടെ ഐഡന്റിഫൈ ആയിട്ടുണ്ട്.
നമുക്ക് ഇതിനകത്ത് പ്രോഗ്രാംസ് വല്ലതും റൈറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് ചെയ്യാം. അപ്പൊ ജസ്റ്റ് ഞാൻ അതിനകത്തൊരു സിമ്പിൾ കോഡ് നമുക്ക് ഇട്ട് നോക്കാം. ഞാൻ അതിനകത്ത് ഓൾറെഡി റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഞാനിപ്പോൾ സിമ്പിളായിട്ട് നേരത്തെ റൈറ്റ് വെച്ച ഒരു കോഡാണ്. ഇതിൽ ജസ്റ്റ് ഒരു LED ബ്ലിങ്ക് ചെയ്യുന്ന ഒരു കോഡായിട്ടാണ് ഞാൻ ഇത് എൻ്റർ ചെയ്തിട്ടുള്ളത്. കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിന്റെ പാക്കേജ് നമ്മളൊന്ന് വെരിഫൈ ചെയ്യാണ്. അപ്പോൾ വെരിഫൈ ചെയ്യുമ്പോൾ ഓക്കെ ആണ് കാണിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത് ഈ ഒരു ബട്ടണിലാണ്. അപ്പോൾ ഇതിനകത്ത് പ്രസ് ചെയ്യുമ്പോൾ അപ്ലോഡ് വരുമ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു കമാൻഡ് എൻ്റർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ഈ ഒരു കമാൻഡ് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ്. അത് നമ്മളുടെ അതിനൊക്കെ ഒരു സൂപ്പർവൈസർ പാസ്വേഡ് എൻ്റർ ചെയ്യുക. സോ ദിസ് ടൈം നമ്മൾ റൈറ്റ് ചെയ്യാണ്. ഓക്കെ, നമ്മൾ അപ്ലോഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അഡ്മിൻ ബോർഡ് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് സെറ്റ് ചെയ്ത് ജസ്റ്റ് ഒരു LED ബ്ലിങ്ക് ചെയ്യാനുള്ള ഒരു കമാൻഡാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഡിജിറ്റൽ പോർട്ട് 8 ആണ് ഔട്ട്പുട്ടിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അതാണ് ഇവിടെ കാണിക്കുന്നത്, ഡിജിറ്റൽ പോർട്ട് 8 ഔട്ട്പുട്ട്. ഓക്കെ, അതിന്റെ ടൈം ഡിലേ എന്ന് പറയുന്നത് 2 സെക്കൻഡ്സ് ആണ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, ഇത്രയാണ് ഇതിന്റെ സിമ്പിൾ ബേസിക് വീഡിയോസ്. ഇതിന്റെ കൂടുതൽ വീഡിയോസ് നമ്മളുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ മസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എക്സൈറ്റിംഗ് വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.